പി.വി. അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനെ ചൊല്ലി യു.ഡി.എഫിലുണ്ടായ ഭിന്നത തുടരുന്നതിനിടെ രാവിലെ നടത്തിയ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ വള്ളിക്കുന്ന് എം.എൽ.എയും ലീഗ് നേതാവുമായ അബ്ദുൾ ഹമീദ്. അൻവറിന് ഇനിയും സമയമുണ്ടെന്നായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ പറഞ്ഞത്. എന്നാൽ വൈകിട്ടോടെ യു-ടേൺ അടിച്ച അദ്ദേഹം എല്ലാ വാതിലുകളും അടഞ്ഞെന്ന് വ്യക്തമാക്കി. യു.ഡി.എഫ് നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് പിന്നിലെന്നാണ് വിവരം. അൻവറിനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശ്രമിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം ലീഗ് യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. അൻവറിനെ ഒപ്പം നിർത്താൻ ലീഗ് തുടക്കം മുതലേ ശ്രമിച്ചെന്ന് പറഞ്ഞ് അബ്ദുൾ ഹമീദ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിൽ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പി.വി. അൻവറിനെ കൂടെ നിർത്തി പ്രവർത്തിക്കാനാണ് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നത്. യു.ഡി.എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റേതെന്നും നിലമ്പൂരിൽ ജയിക്കേണ്ടത് ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും എം.എൽ.എ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗത്തിലാണ് വിമർശനം. അൻവറിനെ കൂടെ നിർത്തി പ്രവർത്തിക്കണമെന്നാണ് ലീഗ് ആഗ്രഹിച്ചത്. അതിനായി ശ്രമിച്ചു. അൻവർ ഇപ്പോഴും അടഞ്ഞ അധ്യായമല്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും പിൻവലിക്കാൻ സമയമുണ്ട്. യു.ഡി.എഫ് നേതൃത്വം പുതിയ സാഹചര്യം മനസ്സിലാക്കി അതിന് മുൻകൈയെടുക്കണം. ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം. അൻവർ രാജി കൊടുത്ത ഉടൻ തന്നെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറായ പാർട്ടിയാണ് ലീഗ്. അൻവറിനെ ഒപ്പം കൂട്ടാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഒരുപാട് സമയം ചെലവഴിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് തന്നെ അൻവറാണ്. അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധമുഖത്തുണ്ട്. അൻവർ ന്യായമായ എന്താവശ്യമുന്നയിച്ചാലും പരിഗണിക്കണം. അൻവറിനെ അനുനയിപ്പിക്കാൻ സതീശൻ ശ്രമിച്ചില്ല. അനാവശ്യ വാശിയാണ് ഇക്കാര്യത്തിൽ സതീശൻ കാണിച്ചത്. ഇതായിരുന്നു അബ്ദുൾ ഹമീദ് രാവിലെ നടത്തിയ പരാമർശം. അൻവറിനെ കൂടെ കൂട്ടണം എന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ അധ്യായം അടച്ചത് അൻവർ തന്നെയെന്നും അബ്ദുൾ ഹമീദ് വൈകിട്ടോടെ നിലപാട് മാറ്റി. അൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞു. രാവിലെ പറഞ്ഞത് അങ്ങനെയല്ല, വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അൻവർ തന്നെ തീരുമാനിച്ചതാണ് വേണ്ടെന്ന്. അദ്ദേഹത്തെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തി. എന്നാൽ വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? യു.ഡി.എഫ് വൻഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിൽ അൻവർ ഒരു ഘടകമല്ല. എന്തായാലും അൻവറിനെ അനുനയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശ്രമിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലീഗ് യോഗത്തിൽ വിമർശനമുണ്ടായിരുന്നത്. അൻവറിനെ ഒപ്പം നിർത്താൻ ലീഗ് തുടക്കം മുതലേ ശ്രമിച്ചെന്ന് പറഞ്ഞാണ് അബ്ദുൾ ഹമീദ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിൽ പരസ്യമായി അതൃപ്തി വ്യക്തമാക്കിയത്. എന്തായാലും പി.വി. അൻവറിനെ കൂടെ നിർത്തി പ്രവർത്തിക്കാനാണ് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നത്. യു.ഡി.എഫിന്റെ രാഷ്ട്രീയം തന്നെയാണ് അൻവറിന്റേതെന്നും നിലമ്പൂരിൽ ജയിക്കേണ്ടത് ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും എം.എൽ.എ പറഞ്ഞിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ വിമർശനമുന്നയിച്ച് അദ്ദേഹം രംഗത്തെത്തിയത്.